Dear students, welcome to English class, 10th standard, Adventures in a Banyan Tree, page 12. Though the combatants were unaware of the presence in the banyan tree, they soon became aware of the arrival of two other spectators. One was a myna and the other a jungle crow. Then you see, the fight started. Two fighters, two rivals, രണ്ട് എതിരാളികൾ, രണ്ട് യോദ്ധാക്കൾ, the lengthy cobra and short mongoose, നീളമുള്ള കോബ്രയും നീളം കുറഞ്ഞ മംഗൂസും. ബോത്ത് ഓഫ് ദം ആർ സോ സ്ട്രോങ്. രണ്ടുപേരും ശക്തിയുള്ളവരാണ്. The first one has something special, that is its venom. കോബ്രയ്ക്ക് തൻ്റെ കയ്യിൽ ശത്രുവിനെ ഹനിക്കാൻ പറ്റുന്ന ഒരു ആയുധമുണ്ട്, വിഷപ്പല്ലും വിഷവും. ബട്ട് മംഗൂസ് ഹാസ് എ പ്രൊട്ടക്റ്റീവ് കോട്ട്. ആര് എന്ത് ചെയ്താലും അങ്ങ് ഏശാത്ത പ്രതിരോധിക്കുന്ന രോമക്കുപ്പായമുണ്ടവന്. സോ നൗ ദർ അറൈവ്ഡ് ടു സ്പെക്ടാക്ടേഴ്സ്, കാണികൾ. ദ സ്പെക്ടാക്ടേഴ്സ്, വൺ ഹൂ വാച്ചസ്, നോക്കി നിൽക്കുന്നവർ, കണ്ടു നിൽക്കുന്നവർ, കാണികൾ. ഇവിടെ മൈനയും ക്രോയും, രണ്ട് പക്ഷികൾ വന്നു. അപ്പോൾ നമുക്ക് രണ്ടുപേരെ കൂടെ കിട്ടി ഇതിൻ്റെ കഥയുടെ ഭാഗമായിട്ട്. വൺ മൈന ആൻഡ് അതർ വൈൽഡ് ക്രോ. അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ടെസ്റ്റിൽ നോക്കണം. നോട്ട് ദ വിലി അർബൻ ക്രോ. നമ്മൾ സാധാരണ അതിൽ കാണുന്ന നാട്ടുകാക്കയല്ല, കാട്ടുകാക്ക. നോട്ട് എന്നാണ് പറഞ്ഞത്. ആൻഡ് they had seen these preparations for battle. അവർ ഈ തയ്യാറെടുപ്പ് നോക്കി നിന്നു. ദ മൈന ആൻഡ് ദ ക്രോ. ആൻഡ് സിറ്റിംഗ് ആൻഡ് ദ പ്ലാറ്റ്ഫോം ദിസ് ബോയ് ഓൾസോ. ആൻഡ് നൗ ത്രീ സ്പെക്ടാക്ടേഴ്സ്. ഇപ്പോഴും മൂന്ന് കാണികളുണ്ട്. റസ്കിൻ ബോട്ട് ദ ബോയ്, മൈന and the crow had seen these preparations for battle and had settled on the cactus, and the boy was settled up above on the platform. അവിടെ halfway up in the banyan tree, ആൽമരത്തിൻ്റെ പകുതി മുകളിൽ, on the platform the boy was settled. And the crow and the myna were settled on a cactus plant. Cactus, കള്ളിമുൾച്ചെടി. തോട്ടത്തിലെ കള്ളിമുൾച്ചെടിയിലാണ് അവർ സ്ഥാനം പിടിച്ചത്. They settled there. Had they been content only to watch, all would have been well with both of them. They were contented, സംതൃപ്തരാണ്, to watch such a fight, wonderful fight. ഫ്യൂരിയസ് ഫൈറ്റ്. കോപിക്കുന്ന രണ്ടുപേരുടെ യുദ്ധം, അത്ഭുതകരമായ യുദ്ധം. ആൻഡ് ദേ വർ വാച്ചിങ് ഇറ്റ്, ദേ വർ കണ്ടൻറ്റഡ്. അങ്ങനെ അവർ കാത്തു നിന്നു, കണ്ടു നിന്നു. ഓൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം. ദേ ആർ സേഫ്. അവർ സുരക്ഷിതരാണ്. ദർ പ്ലേസ് ഈസ് സേഫ്റ്റി. അവിടെ ഇരിപ്പിടം സുരക്ഷിതമാണ്. ഓഫ് ദ ബോയ് ഓൾസോ. നമ്മുടെ ആ കുട്ടിയുടെ ഇരിപ്പിടവും ഏറെ സുരക്ഷിതമാണ്. ദ കൊബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ് ആൻഡ് ദ ഫൈറ്റ് കണ്ടിന്യൂസ്. ആൻഡ് ദ കൊബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ് സ്പ്രെഡിങ് ഇറ്റ്സ് ഉഡ് റെഡി ടു ഫൈറ്റ്. അവൻ പ്രതിരോധത്തിൽ. ദ കട ഡിഫെൻസീവ്. ഡിഫെൻസ് പ്രതിരോധമാണ്. ഡിഫെൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രി. ഡിഫെൻസീവ് പ്രതിരോധത്തിലൂന്നിങ്ങിയ. സോ he want to attack
ആൻഡ് ഹി വോണ്ട് ടു ഡിഫെൻഡ്. അതാണ് നമ്മൾ പറയും ഒഫൻഡ് ആൻഡ് ഡിഫെൻഡ്. ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ്. അങ്ങോട്ട് ആക്രമിക്കുന്നത് ഒഫൻസീവ്, ഇങ്ങോട്ട് പ്രതിരോധിക്കുന്നത് ഡിഫെൻസീവ്. അപ്പോൾ ഇപ്പോഴവൻ ഡിഫെൻസീവായി നിൽക്കുകയാണ്. അത് പഠിച്ചോളൂ. OFENSIVE ഓപ്പോസിറ്റ് DEFENSIVE ഡിഫെൻസീവ്. ഒഫൻസീവ് ആക്രമണകാരിയായ, ഡിഫെൻസീവ് പ്രതിരോധത്തിലൂന്നിയ. And the cobra stood on the defensive, swaying, moving left and right or moving backward and forward. ഇവിടെ അവൻ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ആടി നൃത്തം ചെയ്യുന്ന മാതിരി നിൽക്കുക. ദാറ്റ് മീൻസ് ആക്ച്വലി ഹി വാസ് യൂസിങ് എ ട്രിക്ക്. അവനൊരു ട്രിക്ക് പ്രയോഗിക്കുകയാണ് അവിടെ. ആ ട്രിക്ക് എന്താണെന്ന് നോക്കൂ. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, swaying, sway. This is what we say, sway, move left ആൻഡ് റൈറ്റ് ഓർ ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്. ഇടത്തോട്ടോ വലത്തോട്ടോ അല്ലെങ്കിൽ മുന്നോട്ടോ പിന്നോട്ടോ ആടി ഉലയുക, അതാണ് സ്വേ. ആൻഡ് ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, swaying slowly. സാവധാനം ആടി ഉലഞ്ഞുകൊണ്ട് അതൊരു തയ്യാറെടുപ്പ് തന്നെയാണ്. അറ്റാക്ക് ആൻഡ് ഡിഫെൻഡ്, ഒഫെൻഡ് ആൻഡ് ഡിഫെൻഡ്. സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. കണ്ട, സൈഡ് ടു സൈഡ് ആണ്, അടുത്തോട്ടും വലത്തോട്ടും. ട്രൈയിങ് ടു മെസ്മറൈസ് ദ മംഗൂസ്. ആൻഡ് ഐ ടോൾഡ് യു ഇറ്റ് വാസ് എ ട്രിക്ക്. വാട്ട് വാസ് ഇറ്റ്? ടു മെസ്മറൈസ്. ഇന്ദ്രജാലം കാണിക്കുകയാണ്, ഇന്ദ്രജാലക്കാരനെ പോലെ. അതാണ് മെസ്മറിസം, ഇന്ദ്രജാലമാണ്. മെസ്മറൈസ്, ഷോ സംതിങ് എക്സ്ക്ലൂസീവ് മാജിക്കൽ തിങ്സ്. ആ മാന്ത്രിക കാര്യങ്ങൾ കാണിക്കുക. ആ മാന്ത്രിക കാര്യങ്ങൾ കാണിച്ചിട്ട് നമ്മുടെ ഈ പ്രത്യേകിച്ചും മെജിഷ്യൻസ് സ്റ്റേജിൽ കാണിക്കുന്ന ആ മാന്ത്രികതകൾ, സ്റ്റേജിൽ കാറ് വരുത്തുക, സ്റ്റേജിൽ ആനയെ വരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ കൈവെള്ളയിൽ നിന്ന് പ്രാവിനെടുക്കുക. ദാറ്റ് ഈസ് മെസ്മറിസം വി സേ. ഇതിനൊക്കെയാണ് നമ്മൾ പറയുന്നത് മെസ്മറിസം എന്ന് പറയുന്നത്. സോ ഹി വാസ് ഷോയിങ് സം മെസ്മറിസം. ദാറ്റ് വാസ് ഹി ട്രൈഡ് ടു മെസ്മറൈസ് ചെയ്യാൻ. ആരെ? ദ മംഗൂസ്. അവനെ കെണിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഹി വുഡ് നോട്ട് ഗെറ്റ് എൻ ഐഡിയ. അവന് എന്താണ് പാമ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് യാതൊരു രൂപവും കിട്ടില്ല. ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും ഒക്കെ ഇങ്ങനെ ആടി ഒലഞ്ഞ് കളിക്കുന്ന സമയത്ത് ദ മംഗൂസ് വുഡ് ബി ഇൻ ട്രബിൾ. അതാണ് നമ്മുടെ കോബ്രയുടെ ട്രിക്ക്. ആൻഡ് മംഗൂസ് ഇൻ ടു മേക്കിംഗ് എ ഫോൾസ് മൂവ്. കണ്ട, ഫോൾസ് മൂവ്. അവനെ കൊണ്ട് തെറ്റായ ദിശയിലേക്ക് ചാടിക്കണം. അവൻ തൻ്റെ ശരീരത്തേക്ക് ചാടുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഫോൾസ്. അപ്പം താൻ ഇവിടെ ആണെങ്കിൽ അവൻ ചാടി വീഴുമ്പോഴേക്കും താൻ വലത്തായിരിക്കും. ഈ വലത്താണെങ്കിൽ അവൻ ചാടി വീഴുമ്പോഴേക്കും താൻ ഇടത്തായിരിക്കും. ഇങ്ങനെ ടു പുട്ട് ഫോൾസ് മൂവ്മെൻറ്റ്, അതായത് അവനെ കൊണ്ട് തെറ്റിക്കുക, മംഗൂസിനെ കൊണ്ട്. സോ ഹി വാസ് ട്രൈങ് ടു മെസ്മറൈസ്. അപ്പോൾ അവൻ, അതായത് കൊബ്ര വാസ് ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ്. മംഗൂസിനെ ഇന്ദ്രജാലം കാണിച്ച്, മന്ത്രവിദ്യ കാണിച്ച്, മാജിക് കാണിച്ച് തെറ്റായ മാർഗത്തിലേക്ക് ആക്രമണം എന്നിട്ട് കൊടുക്കുക. അവൻ തെറ്റായ മാർഗത്തിൽ വന്ന് ചാടി വീഴുമ്പോൾ അവിടെ ആക്രമിക്കുക. ഇൻറ്റു മാർക്കിംഗ് എ ഫോൾസ് തെറ്റായത്, അൺട്രൂ. ഓപ്പോസിറ്റ് ട്രൂ. നമുക്ക് പുസ്തകത്തിൽ ട്രൂ ആൻഡ് ഫോൾസ് തരുന്നത്. അപ്പോഴൊരു ഫോൾസ് മൂവിന് അവനെ പ്രേരിപ്പിക്കുക. ബട്ട് ദി മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ദ ഒപ്പോണൻസ് ഗ്ലാസി അൺവിങ്കിങ് ഐസ്. പക്ഷേ മംഗൂസ് അങ്ങനെയൊന്നും വീഴില്ല. ഹി ന്യൂ, നോ അറിയുക, നൗണ് നോളജ്. ഹി ന്യൂ, അവനറിയാം, ദിസ് ഫെലോ വിൽ ഷോ മാജിക്. ഇവനങ്ങനെ മാന്ത്രിക വിദ്യകളൊക്കെ കാണിക്കുമെന്ന് അവനറിയാം. അതുകൊണ്ട് അവനതിലൊന്നും വീണില്ല. അവൻ എങ്ങോട്ട് മാത്രം നോക്കി? അവൻ്റെ ഗ്ലാസി അൺവിങ്കിങ് ഐസിലേക്ക് നോക്കിക്കൂടാ, തെറ്റിപ്പോവും. ഗ്ലാസ് പോലുള്ള പളുങ്ക് പോലെ തിളങ്ങുന്ന ഗ്ലാസി. അൺവിങ്കിങ് ഇമ പൂട്ടാത്ത, വിങ്കിങ് കണ്ണ് പൂട്ടുക, കണ്ണടിക്കുക, കണ്ണ് ചിമ്മുക, ഇതൊക്കെയാണ് വിങ്കിങ്. ഐ ഹാഡിൻറ്റ് വിങ്ഡ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഐ ഹാഡിൻ്റെ സിംഗിൾ വിങ്, എനിക്കൊരു തരി പോലും ഉറക്കം വന്നില്ല എന്നാണ് അർത്ഥം.
വിങ് കണ്ണടയ്ക്കുക. അൺവിങ്കിങ് കണ്ട, അൺവിങ്കിങ് ഇമ പൂട്ടാത്ത. പാമ്പിന് ഇമ പൂട്ടാനില്ല, പാമ്പിന് ഇമകളില്ല. അവന് ആ ഐസിന് കവറിങ്ങില്ല അവൻ്റെ. അപ്പോൾ ആ കണ്ണിലേക്ക് നോക്കിക്കൂടാ, തെറ്റിപ്പോവും. നോക്കൂ, ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻ്റ്. ഒപ്പോണൻ്റ് എതിരാളി, ഒപ്പോണൻ്റ് OPPONENT ഒപ്പോണൻ്റ്, റൈവൽ എതിരാളി. എതിരാളിയുടെ ആ കരുത്തവൻ അറിയാം, മാജിക്കൽ പവനവർ അറിയാം, മെസ്മറൈസിങ് ട്രിക്ക് അറിയാം. ആൻഡ് അവനറിയാം തന്നെ അവൻ ഫോൾസ് മൂവ്മെൻറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് അവൻ പാമ്പിൻ്റെ കണ്ണിലേക്ക് നോക്കിയില്ല. ആൻഡ് റിഫ്യൂസ്ഡ് ടു മീറ്റ് them. So he didn't look into the eyes. അവൻ്റെ പാമ്പിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയില്ല, മുഖത്തേക്ക് നോക്കിയില്ല, ഹൊട്ടിലേക്ക് നോക്കിയില്ല. നേരെമറിച്ച് എന്ത് ചെയ്തു? ആയത് കഴുത്തിലേക്ക് മാത്രം നോക്കി. കഴുത്തെങ്ങോട്ടാണോ നീങ്ങുന്നത് അവിടെ ആയിരിക്കുമല്ലോ. കഴുത്തെന്നല്ല തലയിൽ വലുതായിട്ട് ആടുള്ളൂ, കഴുത്തങ്ങനെ ആടില്ലല്ലോ. അതുകൊണ്ട് അവൻ കഴുത്തിലേക്ക് മാത്രം നോക്കി നിന്നു. ഇൻസ്റ്റഡ് കണ്ട, ഹി ഫിക്സഡ് ഹിസ് ഗേസ് മീൻസ് ലുക്ക്, നോട്ടം. GAZD ഗേസ് മീൻസ് ലുക്ക്. അവൻ അവൻ്റെ നോട്ടം എങ്ങോട്ട് മാത്രം പതിപ്പിച്ചു നോക്കും? ബിലോ ദി കൊബ്രാസ് ഹുഡ് കട, അവൻ്റെ പത്തിക്ക് താഴെ മാത്രം കണ്ണു പതിപ്പിച്ചു. ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്, അതും ഒരിടത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്. നോട്ട് ലുക്കിംഗ് അൺ ദി സ്പ്രെഡ് ഹുഡ്, വിടർത്തിയ പത്തിയിലേക്ക് നോക്കിയില്ല. നോട്ട് ലുക്കിംഗ് അപ്പോൺ ദി ഗ്ലാസി ഐസ്, ആ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കിയില്ല. ജസ്റ്റ് ലുക്കിംഗ് ദി ലോവർ പാർട്ട് ഓഫ് ദ നെക്ക്, കഴുത്തിൻ്റെ കീഴ്ഭാഗം മാത്രം നോക്കി. ഹി സ്റ്റാർട്ടഡ് ഹിസ് അറ്റാക്ക്, അവൻ ആക്രമണം തൊടുത്തു വിട്ടു. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach. ഒരൊറ്റ ചാട്ടം അവൻ കോബ്രയുടെ ആ കടി കൊള്ളാൻ തക്ക ദൂരത്തിലേക്ക്, അവൻ്റെ അടുത്തേക്ക്. അവനൊരു കോബ്ര അവനെ ആഞ്ഞു കൊത്തുമെന്ന്. അപ്പം കോബ്രയുടെ റീച്ചിലേക്ക് അവനൊന്ന് ചാടി. ഹി മെയ്ഡ് എ ഫിയൻഡ് ടു വൺ സൈഡ്. പക്ഷെ അവനാ ട്രിക്ക് വെച്ചത്. അവൻ ആ ചാടിയെടുത്ത് അങ്ങ് മറിഞ്ഞു കളഞ്ഞു. എഫിയൻ്റാണ്, ദാറ്റ് മീൻസ് ഫോൾസ്ഹുഡ് ആയിട്ടുള്ളത്. ഒരു തെറ്റായ നീക്കം അവൻ അവിടെ നിന്ന് നടത്തി. ആൻഡ് ആക്ച്വലി ദ സ്നേക്ക് വാസ് ട്രൈങ് ടു ഫോൾസിഫൈ ദ മംഗൂസ്. അവനെ തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പാമ്പ് ശ്രമിച്ചപ്പോൾ ആക്ച്വലി ദ മംഗൂസ് ബ്രോട്ട് ദ സ്നേക്ക് ഇൻ ടു ഫോൾസ് ഏരിയ. ആ മംഗൂസാണ് കീരിയെ ഫോൾസ് ഏരിയയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം തൻ്റെ മുന്നിലേക്ക് ചാടി വീഴുന്ന കീരിയെ കണ്ടപ്പോൾ പാമ്പ് സ്വാഭാവികമായിട്ട് ആഞ്ഞു കൊത്തി. നോക്കൂ, അടുത്തത് നോക്കൂ. ഇമ്മീഡിയറ്റ്ലി ദ കൊബ്ര സ്ട്രക്ക്. ബട്ട് ദാറ്റ് വാസ് എ ഫസ്റ്റ് സ്ട്രക്ക്. ആഞ്ഞു കൊത്തിയ നിലത്താണ്, അവനങ്ങ് മാറിക്കഴിഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ദ കൊബ്ര സ്ട്രക്ക്. His great hood came down so swiftly that I thought nothing would save the mongoose. അപ്പം കുട്ടി പറയാണ്, മുകളിലിരുന്ന് ഞാൻ ശ്വാസം അടക്കി പിടിച്ച് നോക്കി. എനിക്ക് തോന്നി ഇനി ഒന്നുകൊണ്ടും ആർക്കും മംഗൂസിനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന അത്ര ശക്തമായ കൊത്താണ് പാമ്പ് കൊത്തിയത്. പക്ഷേ മംഗൂസ് എവിടെ നോക്കും? ബട്ട് ദി little fellow, who is that little fellow mongoose? But the little fellow jumped neatly to one side. കണ്ടോ, he jumped neatly to one side. അവൻ ഇടത്തോട്ട്, മറഡോണയൊക്കെ ഫുട്ബോൾ കളിക്കുമ്പോൾ വെട്ടിക്കൽ നടത്തുന്ന മാതിരി, അതായത് വെട്ടിച്ച് കൊണ്ടുപോകുന്ന മാതിരി പാമ്പിനെ ഇവൻ വെട്ടിച്ചു. ഒരു തരത്തിൽ കുറിയാൾ മറഡോണൻ്റെ മാതിരി തന്നെയാണ് മംഗൂസും. ഇത് മംഗൂസിൻ്റെ വെട്ടിക്കലാണ്, ട്രിക്കാണ്. അവൻ ഈ പാമ്പിനെ തെറ്റായ ദിശയിലേക്ക് കൊത്താൻ പ്രേരിപ്പിച്ചു. ആൻഡ് ഹി ജംപ്ഡ് നീറ്റ്ലി ആൻഡ് എസ്കേപ്ഡ് ഫ്രം ദാറ്റ് പ്ലേസ് ടു വൺ സൈഡ് ആൻഡ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. അതുമാത്രമല്ല, കോബ്രയുടെ ഈ ഹുഡ് നിലത്ത് താണ സമയത്ത് അതിൻ്റെ മുകളിലേക്ക് അവൻ ഡാർട്ടഡ്, സ്ട്രക്ക് like a arrow.
ഒരമ്പ് പോലെ. ആ ഡാർട്ട് അമ്പാണ്, അമ്പെയ്ത മാതിരി. ഡാർട്ടഡ്, വേഗത്തിൽ ഓടുന്നതിന് പറയാം, കുതിച്ച് ഓടുന്നതിന് പറയാം, പറക്കുന്നതിന് പറയാം, ഓടി രക്ഷപ്പെടുന്നതിന് പറയാം. പക്ഷെ ഇവിടെ എന്താണ്? ആൻഡ് ദ മംഗൂസ് എസ്കേപ്ഡ് ഹിംസെൽഫ് ടു വൺ സൈഡ് ആൻഡ് ആക്ച്വലി ദ കൊബ്ര സ്ട്രക്ക് ഓൺ ദ ഗ്രൗണ്ട് വിതൗട്ട് എ സെക്കൻഡ്സ് ഡിലേ. ഒരു സെക്കൻഡ് പോലും വൈകാതെ മംഗൂസ് ജംപ്ഡ് ഓൺ ഇറ്റ്, അതിന് മുകളിലേക്ക് ചാടി വീണു. ആൻഡ് ഡാർട്ടഡ് ഇൻ സ്വിഫ്റ്റ്ലി. സ്വിഫ്റ്റ്ലി മീൻസ് സോ ഫാസ്റ്റ്, വളരെ വേഗത്തിൽ. പഠിച്ച വാക്കാണ് സ്വിഫ്റ്റ്ലി, വളരെ വേഗത്തിൽ. സ്വിഫ്റ്റ്ലി ഓൺ കൊബ്ര, ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്. കണ്ടോ, ആ കോബ്രയുടെ കഴുത്തിൻ്റെ പിറകിൽ നല്ലൊരു കടി കൊടുത്തു. ദ ഫസ്റ്റ് അറ്റാക്ക് ദാറ്റ് വാസ് ഫ്രം ദ മംഗൂസ്. ആക്ച്വലി കോബ്ര ട്രൈഡ് ടു അറ്റാക്ക്. Before it get a chance, the mongoose attacked the cobra. And when the cobra struck him in false, തെറ്റായി ദിശയിലേക്ക് പോയി കൊബ്ര അവനെ ആക്രമിച്ച് അവൻ്റെ പത്തി നിലത്ത് തൊട്ടപ്പോൾ the mongoose escaped from the point and immediately darted on the snake and bit at the back of the snake. പാമ്പിൻ്റെ കഴുത്തിൻ്റെ പിറകിൽ കടിച്ചു, ഓൺ ദ ബാക്ക് ആൻഡ് ഡാർട്ടിങ് അവേ. എന്നിട്ട് ചാടി മറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പാമ്പ് ഒരു പക്ഷേ വാലിനെ കൊണ്ട് അവനെ പൊളഞ്ഞു കളയും. ആ കടിയും കൊടുത്ത് അവൻ ചാടിക്കളഞ്ഞു, വീണ്ടും ചാടിക്കളഞ്ഞു. ഡാർട്ടിങ് അവേ, കണ്ടോ, എഗെയിൻ ഔട്ട് ഓഫ് റീച്ച്, പിന്നെ ദൂരത്ത് പോയി നിന്നു, പാമ്പിനെത്താവുന്നതിലധികം. സോ മംഗൂസ് യൂസ്ഡ് ദ ട്രിക്ക്. നൗ വി ക്യാൻ സീ ഇൻ ദ 12th page the furious fight between two rivals that are the cobra and the mongoose. They got prepared. Two spectators came there except the first one on the platform. ആദ്യം തന്നെ ഒരാൾ പ്ലാറ്റ്ഫോമിലുണ്ട്. Now came two other spectators that were Myna and Crow, and they sat on the cactus and the fighters continued their fight. The snake got ready and it swayed left and right and it tried to mesmerize the mongoose, but mongoose was not so cheap a fellow and he knew the tricks of this snake and he tried to falsify the snake and the snake bit on mongoose, but it was a false movement and the mongoose jumped on the neck and bit there very hard and suddenly he left the snake and darted away. അപ്പോൾ നന്നായിട്ട് വായിക്കുക. ഇത് ക്ലാസ് 2-3 തവണ കേൾക്കുക. ഇവിടെയൊക്കെ നാരറ്റീവായിട്ട് ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക് മാർക്ക് സ്കോറിങ്ങും പ്ലേസസാണ്, പോയിൻസാണ്. ക്ലാസ് 2-3 തവണ കേൾക്കുക. അടുത്ത ആഴ്ച ഈ എടുക്കുന്ന ഭാഗത്തിൻ്റെ പരീക്ഷ ഉണ്ടാവും. എല്ലാവരും മിക്കവാറും നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്, പലരും ശ്രമിക്കുന്നുണ്ട്. ഇനി പിന്നിലുള്ളവർക്ക് പേഴ്സണലായിട്ട് ഏറെ ഭാഗങ്ങൾ ഇത് മാഷ് പറഞ്ഞു തരും. ഇതൊന്ന് മാറി കിട്ടിയാൽ നിങ്ങൾക്ക് വരാനാകുമ്പോൾ, സിംഗിളായിട്ടെങ്കിലും വരാനാകുമ്പോൾ കിട്ടാത്തവർക്ക്, മനസ്സിലാവാത്തവർക്ക് ക്ലാരിഫൈ ചെയ്തു തരും. താങ്ക് യു.